എന്റെ കേസറ്റ് എന്നുള്ള പേജിൽ നിന്ന് ഇങ്ങനെ സ്റ്റോറികൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നിങ്ങളെപ്പോലെ തന്നെ ഞാൻ ക്യൂരിയസ് ഇരുന്ന ഈ ഒരു കാര്യത്തിൽ ഇനി അറിയാത്തവരറിയലുണ്ടെങ്കിൽ ഞാൻ ചുരുക്കി പറഞ്ഞാൽ എന്താ കാര്യം എന്നുള്ളത്. സംഭവം ഒരു സിനിമയത്തൊക്കെ ഒരു വില്ലന്റെ പോലെ ഞാൻ ഒരുപാട് പൈസയായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് മുങ്ങി. അതുപോലെ ഒരുപാട് ഗേൾസ് ആയിട്ട് മോശമായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ തന്നെ സ്വന്തം ഷോപ്പ് ഞാനത് വേണച്ച് പൂട്ടി കെട്ടി. എന്നിട്ട് എന്ത് ചെയ്ത് ആ പൈസ കൂടി ആയിട്ട് ഞാൻ നാട്ടിലോട്ട് പോകുന്നു. എന്നിട്ട് സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടി ഞാൻ ക്യാൻസർ വരുത്തി വെച്ച്. ഇങ്ങനെ കുറച്ച് കോമഡി ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ലൈഫ് ഓഫ് ഹക്കീം, അതായത് എൻ്റെ കാസറ്റ്, അത് പുള്ളിക്കാൻ ഇതേപോലെ എക്സ്പോസിങ് വീഡിയോസ് ഇത് ആദ്യമായിട്ടല്ല ഇടുന്നത്. പക്ഷേ ഈ പുള്ളിക്കാരൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതൊരു ഇൻസ്റ്റാഗ്രാമിൽ കൂടെ കിട്ടിയ ഒരു 3-4 ചാറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പുള്ളിക്കാരൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത്. അതായത് സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിക്കാതെ ചുമ്മാ ഒരാളുടെ പേരും അത് പുള്ളിക്കാരൻ്റെ വൈഫിൻ്റെ പേരും വെച്ചിട്ട് ഒരു ഡിഫെയിം ചെയ്യുന്ന രീതിയിലൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തു. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പോലും പുള്ളിക്കറിയത്തില്ല. എന്നിട്ട് ഇവർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലീഗലി മൂവ് ചെയ്തപ്പോഴത്തേക്കും സത്യാവസ്ഥ ഈ പുള്ളിക്കാരനെ ഹക്കീമിന് മനസ്സിലായി. പുള്ളിക്കാരൻ ആ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തു. ഈ പുള്ളിക്കാരന് മെസ്സേജ് അയച്ച ആൾക്കാർ ആ മെസ്സേജും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇതേപോലെ ഒരാളെ ഡിഫെയിം ചെയ്ത് ഒന്നും അറിയാണ്ട്, അത് ഒന്നെങ്കിൽ നിങ്ങൾ ഇതേപോലെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു എൻക്വയറി ചെയ്യണം.